ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്തയുടെ ആരോപണമാണ് ആദ്യമായി ഇബ്നു തൈമിയയും മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബും റഹിമഹുള്ളയുമാണ് അവിശ്വാസികളായ മുശ്രിക്കുകളെ സംബന്ധിച്ച് അവതരിച്ച ആയത്തുകൾ മുസ്ലിങ്ങളുടെ മേൽ ചുമത്തി മുസ്ലിങ്ങളെ അവിശ്വാസികളാക്കിയത് എന്ന്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, ഇബ്നു തൈമിയ എന്നിവർക്ക് മുമ്പ് തന്നെ അവിശ്വാസികളായ മുശ്രിക്കുകളെ സംബന്ധിച്ച് അവതരിച്ച ആയത്തുകൾ മുസ്ലിങ്ങളുടെ മേൽ പണ്ഡിതന്മാർ ചുമത്തിയിട്ടുണ്ട്. 2 ഉദാഹരണങ്ങൾ പറയാം. ഒന്നാമത്തത്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, ഇബ്നു തൈമിയ എന്നിവർക്ക് മുമ്പ് ജീവിച്ച സമസ്തക്കാർ അംഗീകരിക്കുന്ന പണ്ഡിതനാണ് അല്ലാമ റാസി റഹിമഹുല്ല. അദ്ദേഹം സൂറത്ത് യൂനുസ് 10-ാം അധ്യായം 18 തഫ്സീറിൽ പറഞ്ഞു, മുശ്രിക്കുകൾ തങ്ങളുടെ പ്രവാചകന്മാരുടെയും മഹാന്മാരുടെയും രൂപത്തിൽ വിഗ്രഹങ്ങളും പ്രതിമകളും ഉണ്ടാക്കി. ഈ പ്രതിമകളുടെ ആരാധനയിൽ തങ്ങളെ തന്നെ വ്യാപൃതരാക്കുമ്പോൾ ആ മഹാന്മാർ അള്ളാഹുവിൻ്റെ അടുക്കൽ തങ്ങൾക്ക് വേണ്ടി ശുപാർശകരാകുമെന്ന് അവർ അവകാശപ്പെട്ടു. എന്നിട്ട് ഇമാം റാസി റഹിമഹുല്ല പറയാണ്, നമ്മുടെ കാലഘട്ടത്തിൽ, അഥവാ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ മഹാന്മാരുടെ ഖബറുകളെ മഹത്വപ്പെടുത്തിയാൽ അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ അവരുടെ ശുപാർശകരാകുമെന്ന വിശ്വാസത്തോടെ ധാരാളം പേർ ഖബറുകൾ മഹത്വപ്പെടുത്തുന്നത് ഇതിന് സമാനമാണ്. ഇത് 10-ാം അധ്യായം സൂറത്ത് യൂനുസ് 18-ാം പ്രദേശത്തിൻ്റെ തഫ്സീറിൽ സമസ്തക്കാർ അങ്ങേയറ്റം അംഗീകരിക്കുന്ന പണ്ഡിതനായ ഇമാം റാസി റഹിമഹുല്ലയുടെ തഫ്സീറിലുള്ളതാണ്. അപ്പോൾ മുസ്ലിങ്ങൾ ഖബറിലെ മരണപ്പെട്ടു പോയ മഹാന്മാരെ ശുപാർശകരാക്കുന്നത് മുശ്രിക്കുകൾ അവരുടെ ദൈവങ്ങളെ ശുപാർശകരാക്കിയതിന് സമാനമാണെന്ന് ഇമാം റാസി റഹിമഹുല്ല പറയുന്നു. അപ്പോൾ അവിശ്വാസികളായ മുശ്രിക്കുകൾക്ക് ഇറങ്ങിയ ആയത്താണ് മുസ്ലിങ്ങളുടെ മേൽ ഇമാം റാസി റഹിമഹുല്ല ചുമത്തിയത്. അതുകൊണ്ട് സമസ്തയും ശിർക്ക് ചെയ്യുന്ന മുസ്ലിങ്ങളുടെയും ആരോപണം മുശ്രിക്കുകളായ അവിശ്വാസികൾക്കിറങ്ങിയ ആയത്തുകൾ മുസ്ലിങ്ങളുടെ മേൽ ആദ്യം ചുമത്തിയത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും ഇബ്നു തൈമിയുമാണെന്നത് അടിസ്ഥാനരഹിതമാണ്. ബാറക്കല്ലാഹു ഫീക്കും. കാരണം ആ ആയത്തുകൾ മുസ്ലിങ്ങൾക്കും ബാധകമാണ്. അതുകൊണ്ട് തന്നെ ബാറക്കല്ലാഹു ഫീക്കും. രണ്ടാമത്തേതും, സമസ്തക്കാർ ശിർക്ക് ചെയ്യുന്നവർ, ലോകത്തിലെ ശിർക്ക് ചെയ്യുന്നവർ, ലോക മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന ഇമാം ഖുർത്തുബി റഹിമഹുല്ലയുടെ തഫ്സീറിലാണ്. അദ്ദേഹം 35-ാം അധ്യായം 14-ാം വചനത്തിൻ്റെ തഫ്സീറിൽ അത് പറയുന്നുണ്ട്. അള്ളാഹു പറയുന്നു, അദ്ദേഹം ആയത്ത് ഉദ്ധരിക്കുകയാണ്, 35:14, നിങ്ങളവരെ വിളിക്കുന്ന പക്ഷം അവർ നിങ്ങളുടെ വിളി കേൾക്കുകയില്ല, അവർ കേട്ടാലും അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുകയുമില്ല. ഖിയാമത്ത് നാളിലാകട്ടെ നിങ്ങളുടെ ഈ ഷിർക്കിനെ അവർ നിഷേധിക്കുകയും ചെയ്യും. എന്നിട്ട് ഇമാം ഖുർത്തുബി റഹിമഹുല്ല പറയാണ്, നിങ്ങൾ അവരെ വിളിക്കുന്ന പക്ഷം അവർ നിങ്ങളുടെ വിളി കേൾക്കുകയില്ല എന്ന അല്ലാഹു തആലയുടെ വാക്കിനർത്ഥം ആപൽ ഘട്ടങ്ങളിൽ നിങ്ങൾ അവരോട് ഇസ്തിഗാസ തേടുകയാണെങ്കിൽ, കണ്ടോ, ആ വിളിക്ക്, മരണപ്പെട്ടവരുള്ള വിളിക്ക് ഇസ്തിഗാസ എന്ന പദം തന്നെ, ഈ സമസ്തക്കാർ ഉപയോഗിക്കുന്ന പദം തന്നെയാണ് ഇമാം ഖുർത്തുബി റഹിമഹുല്ല ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ആപൽ ഘട്ടങ്ങളിൽ നിങ്ങൾ അവരോട് ഇസ്തിഗാസ തേടുകയാണെങ്കിൽ അവർ നിങ്ങളുടെ ദുആ കേൾക്കുകയില്ല. കാരണം അവർ കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത നിർജീവ വസ്തുക്കളാണ്. ബാറക്കല്ലാഹു ഫീക്കും. എന്നിട്ട് അദ്ദേഹം മഹാനായ താബീ പണ്ഡിതനായ ഖത്താദ റഹിമഹുല്ലയെ ഉദ്ധരിക്കുന്നുണ്ട്. അവർ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യില്ല എന്നാണ് അർത്ഥം. ബാറക്കല്ലാഹു ഫീക്ക്. അപ്പോൾ ഈ ആയത്തിൻ്റെ അർത്ഥം പറയാണ്. എന്നിട്ട് ഇമാം ഖുർത്തുബി റഹിമഹുല്ല പറയാണ്, ഈ ആയത്ത്
മലക്കുകളും ജിന്നുകളും പ്രവാചകന്മാരും ശൈത്താനുകളും പോലെയുള്ള വിവേചന ബുദ്ധിയുള്ള ആരാധിക്കപ്പെടുന്നവരിലേക്കും മടക്കാവുന്നതാണ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഈ ആയത്ത്, ഈ വിളി, അത് ഇസ്തിഗാസ എന്ന് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് വ്യക്തമാക്കി. അത് ആരാധന എന്നും ഖുർത്തുബി റഹിമഹുല്ലാഹ് വ്യക്തമാക്കി. അത് പ്രവാചകന്മാരിലേക്കും മടക്കാമെന്ന് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് വളരെ വ്യക്തമായിട്ട് ഇവിടെ വിശദീകരിക്കുകയാണ് ഈ ആയത്തിൻ്റെ തഫ്സീർ. ഇവിടെ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് പ്രവാചകന്മാർ എന്ന് പൊതുവായിട്ടാണ് പറഞ്ഞത്, പ്രത്യേകമായിട്ടല്ല. അപ്പോൾ ഈ ആയത്ത് മരണപ്പെട്ടു പോയ എല്ലാ പ്രവാചകന്മാരോടുമുള്ള ഇസ്തിഗാസ ചെയ്യുന്നവരിലേക്കും മടക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രവാചകന്മാരിലേക്ക് മടക്കാം എന്ന് പറഞ്ഞാൽ പൊതുവായിട്ട് പറഞ്ഞാൽ എല്ലാ മരണപ്പെട്ട പ്രവാചകനിലേക്കും. അതെല്ലാം ഷിർക്കാണ് എന്നും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, ഇബ്നു തൈമിയ എന്നിവർക്ക് മുമ്പ് ജീവിച്ച ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നു. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇസ്തിഗാസ എന്ന പദം വന്നു, അത് ആരാധന എന്ന പദം വന്നു, അത് മഹാന്മാരായ പ്രവാചകന്മാരെ വിളിക്കുന്ന ഇസ്തിഗാസ എന്ന് പറഞ്ഞു, അത് ഷിർക്കാണ് എന്ന് എല്ലാം ഈ ആയത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ പ്രവാചകന്മാരെ, മഹാന്മാരെ വിളിക്കുന്നത് ആരാ? മരണപ്പെട്ടു പോയ ഷിർക്ക് ചെയ്യുന്നവരാണ്, ഇവിടുത്തെ സമസ്തക്കാരാണ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ അത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും ഇബ്നു തൈമിയും പറഞ്ഞതിന് മുമ്പ് തന്നെ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നേരത്തെ ഇതിനു മുമ്പ് ഉദ്ധരിച്ചു ഇമാം റാസി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. കാരണം രണ്ടും സമമാണ്. ബാറക്കല്ലാഹു ഫീക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഗ്രഹം ആരും ഉണ്ടാക്കിയിട്ടില്ലല്ലോ, ഇല്ലല്ലോ. അതുകൊണ്ട് ഇവിടെ മരണപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ വിഗ്രഹമല്ല. കാരണം ഈ സമസ്തക്കാർ പറയും ഈ ആയത്തുകളൊക്കെ വിഗ്രഹങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എന്ന്. ബാറക്കല്ലാഹു ഫീക്കും. അല്ല, ഈ ആയത്ത് മരണപ്പെട്ടവരെ കുറിച്ചും കൂടി പറയുന്നുണ്ട്. കാരണം വിഗ്രഹം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഗ്രഹം ആരും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഈ ആയത്ത് പ്രവാചകന്മാരിലേക്ക് മടക്കും എന്ന് പറയുമ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കും മടക്കപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഗ്രഹം ആരും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അത് വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹത്തിൻ്റെ വഫാത്തിന് ശേഷം ഇസ്തിഗാസ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ബാറക്കല്ലാഹു ഫീക്കും. ഇനി മറ്റൊന്ന്, വാദത്തിന് വേണ്ടി വിഗ്രഹത്തെക്കുറിച്ച് അവർ കേട്ടാലും എന്ന് പറയില്ലല്ലോ. ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം വിഗ്രഹത്തിന് കേൾക്കാൻ സാധിക്കില്ല എന്ന്. അതുകൊണ്ട് ഈ ആയത്ത് മുശ്രിക്കുകൾക്ക് മാത്രമല്ല ബാധകം, മരണപ്പെട്ടവരോട് സഹായം തേടുന്ന മുസ്ലിങ്ങൾക്കും ബാധകമാണ്. കാരണം അവർ വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ഇസ്തിഗാസ തേടുന്നുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. സമസ്തയുടെ മറ്റൊരു ആരോപണം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് സത്യവിശ്വാസികളെ അവിശ്വാസികളാക്കിയിട്ടുണ്ട്, കാഫിറാക്കിയിട്ടുണ്ട് എന്നതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് അവർ ഉദ്ധരിക്കും. സൃഷ്ടികളിൽ ഏറ്റവും ദുഷ്ടരായവർ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, സൃഷ്ടികളിൽ ഏറ്റവും ദുഷ്ടരായവർ അവിശ്വാസികളെക്കുറിച്ച് ഇറങ്ങിയ ആയത്തുകളെ സത്യവിശ്വാസികളിൽ ചുമത്തുമെന്നവരാണ്. ഇത് ഫത്ഹുൽ ബാരിയിലുള്ള ഒരു ഉദ്ധരണിയാണ്. ഇതിനുള്ള മറുപടി, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സൃഷ്ടികളിൽ ഏറ്റവും ദുഷ്ടരായവർ അവിശ്വാസികളെക്കുറിച്ച് ഇറങ്ങിയ ആയത്തുകളെ സത്യവിശ്വാസികളിൽ ചുമത്തുന്നവരാണ് എന്ന് പറഞ്ഞത് ആയത്തുകളെ അസ്ഥാനത്ത് ചുമത്തിയത് കൊണ്ടാണ്. അതായത് ഇത് ഖവാരിജികളെക്കുറിച്ചാണ് പറഞ്ഞത്. ഖവാരിജുകൾ സത്യവിശ്വാസികൾ വെറും തിന്മ ചെയ്താൽ അവരെ അവിശ്വാസികൾ എന്ന് പറഞ്ഞ് അവരുടെ മേൽ അവിശ്വാസികളെക്കുറിച്ച് ഇറങ്ങിയ ആയത്തുകൾ ചുമത്തും. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ അതാണ് ഇവിടെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചത്. അതേസമയം അഹ്ലുസുന്ന വൽ ജമാഅത്ത് ആരെയും അവിശ്വാസിയാക്കില്ല. അത് ഇസ്ലാമിക ഭരണത്തിൽ ഖാദിയാണ് ചെയ്യുക, അല്ലെങ്കിൽ പണ്ഡിതന്മാർ.
എന്നാൽ ഷിർക്ക്, കുഫ്ർ, ബിദ്അത്ത് ആര് ചെയ്താലും ആ പ്രവൃത്തി ഷിർക്ക്, കുഫ്ർ, ബിദ്അത്താണെന്ന് പറയും. പക്ഷേ അവരെ അവിശ്വാസിയെന്നോ മുശ്രിക്കെന്നോ കാഫിറെന്നോ മുബ്തദിയെന്നോ ആരും പറയില്ല. അത് കോടതിയും പണ്ഡിതന്മാരുമാണ് ചെയ്യുക. മുഹമ്മദിന് അബ്ദുൽ വഹാബ് റഹിമഹുല്ല ആരെയും മുശ്രിക്കോ കാഫിറോ ആക്കിയിട്ടില്ല. ആ ചെയ്യുന്ന പ്രവൃത്തി ഷിർക്ക്, കുഫ്ർ ആണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ പൊതുവായിട്ട് പറയാം, ഷിർക്ക് ചെയ്യുന്നവർ മുശ്രിക്കാണെന്ന് പറയാം. ഷിർക്ക് ചെയ്യുന്ന മുസ്ലിങ്ങൾ അതുകൊണ്ട് കാഫിറായി പോയി എന്ന് കാഫിറായി പോയി എന്ന് പറയാം. പക്ഷേ പ്രത്യേകമായിട്ട് ഇന്ന വ്യക്തി അദ്ദേഹം മുശ്രിക്കാണ്, കാഫിറാണ് എന്ന് പറയാൻ കുറേ നിബന്ധനകളുണ്ട്. അത് കോടതിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് സമസ്ത ഇബ്നു തൈമിയയെയും മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയെയും വിമർശിക്കുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ്, ഇബ്നു തൈമിയ എന്നിവർ റഹിമഹുമുല്ല പൂർവികരായ ഇമാമുകൾ, സഹാബികൾ റളിയല്ലാഹു അൻഹും എന്ത് പറഞ്ഞുവോ അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവർ ഖുർആനും സുന്നത്തും പിൻപറ്റിയവരാണ്. മറിച്ചുള്ളത് അറിവില്ലാതെയോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടുള്ള കള്ള ആരോപണമോ മാത്രമാണ്. മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ് എന്നാൽ അബ്ദുൽ വഹാബിൻ്റെ മകൻ മുഹമ്മദ് എന്നാണ്. അപ്പോൾ ഇവർ വഹാബികൾ എന്ന് സമസ്തക്കാരും ആഗോളതലത്തിൽ തന്നെ ഷിർക്ക് ചെയ്യുന്നവരും വഹാബികൾ എന്ന് പരിഹസിക്കുന്നതിലും ആക്ഷേപിക്കുന്നതിലും എന്തർത്ഥാണുള്ളത്? വഹാബിന് ഇതിൽ യാതൊരു പങ്കുമില്ലല്ലോ. മാത്രമല്ല, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു കാര്യം ഈ രണ്ട് പണ്ഡിതന്മാരിലുണ്ട് എന്ന് തെളിവുണ്ടോ? യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. അതുകൊണ്ട് മുഹമ്മദിയാക്കൾ എന്നാണ് വിളിക്കേണ്ടത്. അതിനർത്ഥം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നവർ എന്നാണ്. അത് സത്യമാണ് താനും. അൽഹംദുലില്ലാഹ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ്, അദ്ദേഹവും അദ്ദേഹത്തെ പിൻപറ്റുന്നവരും എല്ലാവരും ആരെയാണ് പിൻപറ്റുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് മുഹമ്മദിയാക്കൾ എന്ന് സ്നേഹത്തോടെ വിളിക്കുകയാണ് വേണ്ടത്. കാരണം ഇവരെല്ലാവരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നവരാണ്. അത് സത്യമാണ് താനും. അൽഹംദുലില്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും. ഹഫിദക്കുമുല്ലാഹ്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.